Hello all. Today I'm going to discuss the topic accounting procedure in consignment transaction. Let's start the topic. Accounting procedure in consignment transaction. There are two parties involved in a consignment transaction, namely consignor and a consignee. Therefore, consignment transactions are recorded in the books of both consignor and consignee. There are two objectives before a consignor. The primary objective is to know the profit or loss on each consignment separately. The second objective is to ascertain the amount due from the consignee. To achieve the first objective of the consignor, prepare consignment account. To attain the second objective, he opens personal account of the consignee. Thus, consignor maintains two accounts, namely consignment account and consignee account. സോ കൺസൈൻമെന്റ് ട്രാൻസാക്ഷൻ നമ്മൾ പറഞ്ഞു. അതിൽ കൺസൈൻമെന്റ് അഗ്രിമെന്റിൽ അല്ലെങ്കിൽ കൺസൈൻമെന്റ് ട്രാൻസാക്ഷൻസിൽ രണ്ട് പാർട്ടിയാണ് ഇൻവോൾവ് ചെയ്യുന്നത്, കൺസൈനറും കൺസൈനിയും. ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന ആള് കൺസൈനറും ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ആള് കൺസൈനി എന്നും പറയും. രണ്ട് പാർട്ടീസും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കൺസൈനർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ കൺസൈൻമെന്റിന്റെ ബേസിസിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് ഒബ്ജക്റ്റീവ് ആണുള്ളത്. അതിൽ ഒന്നാമത്തത് ഈ കൺസൈൻമെന്റ് ബിസിനസ്സിൽ കൺസൈൻമെന്റ് ട്രാൻസാക്ഷനിൽ കൺസൈനർക്ക് എത്ര പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൺസൈനർ കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൺസൈനി ഇനി എത്ര എമൗണ്ട് കൊടുക്കാൻ ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ ദിസ് പർപ്പസ് കൺസൈനർ പ്രിപ്പയർ കൺസൈനി അക്കൗണ്ട്. സോ ഇൻ കൺസൈൻമെന്റ് ട്രാൻസാക്ഷനിൽ പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് അക്കൗണ്ട് ആണ് കൺസൈൻമെന്റ് അക്കൗണ്ടും കൺസൈനി അക്കൗണ്ടും. അതിൽ ഫസ്റ്റ് വൺ ആണ് കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. The objective of preparing consignment account is to ascertain the profit or loss on each consignment separately. For this, the consignor keeps separate account for each consignment and the account is headed as consignment to dash account, just to distinguish one consignment from another. Consignment account is a nominal account. In fact, it is a trading and profit and loss account related to the consignment. The consignment account is debited with the opening stock on consignment, cost of goods sent on consignment, expenses incurred by the consignor, expenses incurred by the consignee, and the consignee's commission on sale. The account is credited with the gross sales proceeds and a closing stock. The balance of this account represents profit or loss on consignment, which is transferred to profit and loss account. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് ഓർ ലോസ്, ഓരോ കൺസൈൻമെന്റിന്റെയും പ്രോഫിറ്റ് ഓർ ലോസ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കൺസൈൻമെന്റ് 2 എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുക. കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇതിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ്, പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്, പിന്നെ കൺസൈനർക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ്, അതുപോലെ കൺസൈനിക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് കൺസൈൻമെന്റ്, പിന്നെ കൺസൈനിക്ക് ഫിക്സ് ചെയ്തിരിക്കുന്ന കമ്മീഷൻ. അത്രയും ഡീറ്റെയിൽസ് ആണ് ഡെബിറ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് സെയിൽസ് പ്രൊസീഡ്സും ക്ലോസിംഗ് സ്റ്റോക്കും ആണ്. ഇത് ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോഴാണ് ഈ കൺസൈൻമെന്റിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാവുന്നത്. ആ ഒരു പ്രോഫിറ്റ് ഓർ ലോസ് ഇത് എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, then second account ആണ് consignee account. The objective of preparing this account is to ascertain the amount due from the consignee. The account is debited with the gross sales proceeds and credited with the advance received from the consignee, expenses incurred by the consignee, and the consignee's commission. The balance shows the balance due from the consignee. Thus, this account is a personal account in nature. കൺസൈനി അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനി ഇനി എത്ര എമൗണ്ട് കൺസൈനർക്ക് കൊടുക്കാൻ ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത്.
ഗ്രോസ് സെയിൽസ് പ്രൊസീഡ്സ് ഡെബിറ്റ് ചെയ്യുകയും എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെന്റ് കൺസൈനർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യും. മാത്രമല്ല കൺസൈനിക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് കൺസൈൻമെന്റ്, കൂടാതെ കമ്മീഷൻസ്, ചാർജ് ചെയ്തിരിക്കുന്ന കമ്മീഷൻസ്, ഇതൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ്. അതിനുശേഷം ഇത് ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനെയാണ് എമൗണ്ട് ഡ്യൂ ഫ്രം ദ കൺസൈനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. സോ ഇതാണ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിൽ പറയാനുള്ളത്. പിന്നെ there are some expenses in connection with consignment. It's mainly of two types. They are non-recurring expense and recurring expenses. Non-recurring expenses are incurred for bringing the goods from the place of the consignor to the place of business or warehouses of the consignee. Hence, all the expenses incurred till the goods reach the godown of the consignee are non-recurring in nature. Usually, these expenses are incurred only once in a particular consignment. Some non-recurring expenses incurred by the consignor are packing, carriage, transport, loading charges, freight, insurance, and other forwarding expenses, landing charges, etc. Insurance of vehicle, etc. And some non-recurring expenses incurred by the consignee are unloading charges, import duty, customs duty, penny, dock dues or octroi, carriage to godown or shop, etc. Then recurring expenses. Recurring expenses generally are expenses that are incurred after the goods reach the place of business of the consignee. കൺസൈനിയുടെ അടുത്ത സാധനം എത്തിയതിനു ശേഷം ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസസിനെയാണ് ഈ ഒരു റെക്കറിംഗ് എക്സ്പെൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തില് recurring expense, some of the examples for recurring expenses incurred by the consignor are bad debt, expense or damaged goods, discounting charges of bill, bank charges, etc. Some recurring expenses incurred by the consignee are godown rent and other charges, insurance of godown, advertisement charges, salesman charges, brokerage, commission, establishment charges, etc. These are about the information regarding expenses on consignment. Then the third account prepared in consignment transactions are goods sent on consignment account. Goods sent on consignment account shows the value of goods sent to the consignee and the goods returned by him. This account is debited with goods returned and credited with goods consigned. Let's discuss methods of pricing of goods sent on consignment. There are mainly two methods of pricing the goods sent on consignment. They are cost price method and the invoice price method. Let's discuss the cost price method. The first one is cost price method. If the goods are sent to the consignee at a cost price, the goods sent are recorded in the books of the consignor at their cost price. In this case, the consignee knows the profit earned by the consignor out of the consignment business. Let's discuss the journal entries in the books of consignor. Cost price method la journal entries എങ്ങനെയാണ് കൺസൈനറുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഫോർ സെൻഡിങ് ഗുഡ്സ് ടു ദ കൺസൈനി. കൺസൈനിക്ക് സാധനങ്ങൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്നതാണ്. എൻട്രി വരിക കൺസൈൻമെന്റ് അക്കൗണ്ട് ഡേറ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. കോസ്റ്റ് പ്രൈസിലുള്ള വാല്യൂ ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡേറ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. ദെൻ ഫോർ പേയ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ബൈ ദ കൺസൈനർ. കൺസൈനർക്ക് ഇൻക്വയർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ് പേ ചെയ്യുന്ന സമയത്ത് കൺസൈൻമെന്റ് അക്കൗണ്ട് ഡേറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. എത്രയാണ് എക്സ്പെൻസ് ഇൻക്വയർ ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ. ദെൻ third one, for receiving advance from the consignee, entry will be cash or bank or bills receivable account debtor to consignee account. കൺസൈനിയുടെ അടുത്ത് നിന്ന് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അഡ്വാൻസ് ആയിട്ട് ലഭിക്കുമ്പോൾ ക്യാഷ് വരുന്നു. ആരുടെ അടുത്ത് നിന്നാണ്? കൺസൈനി എന്നുള്ള പാർട്ടിയുടെ അടുത്ത് നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ക്യാഷ് ബിസിനസ് ഫേമിലേക്ക് വരുന്നതുകൊണ്ട് ക്യാഷിന് ഡെബിറ്റ് ചെയ്യുന്നു. ഇതാണ് എൻട്രി വരിക. ക്യാഷ് നോർമലി ക്യാഷ് ആയിരിക്കാം, ചിലപ്പോൾ ബിൽസ് റിസീവബിൾ ഒക്കെ ലഭിച്ചെന്ന് വരും. അപ്പൊ അത്തരത്തിലും കേസസിലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എഴുതും. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി എന്ന് പഠിക്കാം. ദെൻ
ഫോർ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ കൺസൈൻ. ഇനി കൺസൈനിക്ക് എക്സ്പെൻസസ്, സാധനങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ കൺസൈനിയുടെ ഗോഡൌണിൽ ഒക്കെ എത്തുന്ന സമയത്ത് എക്സ്പെൻസസ് ഉണ്ടാവുമല്ലോ. കൺസൈനിക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസസ് എങ്ങനെയാ റെക്കോർഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി അക്കൗണ്ട്. എക്സ്പെൻസസ് പെയ്ഡ് ബൈ ദ കൺസൈനി. നമ്മൾ പറഞ്ഞു കൺസൈൻമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പൊ എക്സ്പെൻസസ് കൂടുമ്പോൾ കൺസൈൻമെന്റിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സോ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി അക്കൗണ്ട്. Then for sales being made by the consign. കാരണം കൺസൈനി സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് സെയിൽസ് പ്രൊസീഡ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൈനി അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. അതായത് സാധനം വിൽക്കുന്നത് വഴി കൺസൈനർക്ക് എമൗണ്ട് കൊടുക്കാനുണ്ട്. അപ്പൊ കൺസൈനി എന്ന് പറയുന്നത് ആസ് എ ഡെപ്റ്റർ എന്നുള്ള ഡെപ്റ്റർ എന്നുള്ള രൂപത്തിലാണ് കൺസൈനിന്ന് ഡെബിറ്റ് ചെയ്യുന്നത്. ഗ്രോസ് സെയിൽസ് പ്രൊസീഡ്സിന്റെ വാല്യൂലാണ് ഡെബിറ്റ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ ഇൻകം നമ്മൾ ക്രെഡിറ്റ് അല്ലേ ചെയ്യുക, നോമിനൽ അക്കൗണ്ടിൽ ഇൻകം നമ്മൾ ക്രെഡിറ്റ് അല്ലേ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് കൺസൈൻമെന്റിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അതാണ് എൻട്രി, കൺസൈനി അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഓക്കെ. Then sixth one is for the commission of the consignee. ഇനി കൺസൈനിക്ക് കമ്മീഷൻ കൊടുക്കുന്നു, സെയിൽസ് പ്രൊസീഡ്സിന്റെ ബേസിസിൽ കമ്മീഷൻ കൊടുക്കുമ്പോൾ എൻട്രി, കമ്മീഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് എൻട്രി കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ. കമ്മീഷൻ എന്ന് പറയുന്നത് കൺസൈനറെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് കൺസൈൻമെന്റ് അക്കൗണ്ട്, അതായത് നോമിനൽ അക്കൗണ്ട് ആണ്. എക്സ്പെൻസ് കൂടുമ്പോൾ ആ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ആർക്കാണ്, ടു കൺസൈനി. കൺസൈനിക്കാണ് പോകുന്നത്. അത്രയും എമൗണ്ട് അയാൾ കുറച്ചൊക്കെ കൺസൈനർക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അത് കുറയുന്നത് കൊണ്ടാണ് കൺസൈനിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ദെൻ ഫോർ റിസീവിംഗ് ദ ബാലൻസ് ഡ്യൂ ഫ്രം ദ കൺസൈൻ. ഇനി ബാക്കിയൊക്കെ ബാലൻസ് എക്സ്പെൻസസ് ഒക്കെ മൈനസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് കൺസൈനിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കേസസിൽ ക്യാഷ്, ബാങ്ക് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി എന്നുള്ള എൻട്രി ആണ് ഫോളോ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ, ഇനി ഈ അക്കൗണ്ട് കൺസൈൻമെന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആണ് ഇൻകർ ചെയ്തതെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ പ്രോഫിറ്റ്, ഈ ലോസ് ആണ് വരുന്നതെങ്കിൽ എൻട്രി റിവേഴ്സ് ചെയ്യാണ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെന്റ് എന്നുള്ള എൻട്രി ആണ് വരിക. ദെൻ at the end of the accounting year, the goods sent on consignment account is closed by transferring it into trading account. The entry is goods sent on consignment account debtor to trading account. Last ഈ കൺസൈൻമെന്റിൽ ഇയർ എൻഡിൽ എന്ത് ചെയ്യും, പിന്നെ കൺസൈൻമെന്റിൽ ചെയ്തിരിക്കുന്ന ഗുഡ്സ് സെൻഡ് ചെയ്തതിന് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. കൺസൈൻമെന്റ് ആണ്. കൺസൈൻമെന്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന എൻട്രി ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഒരു സ്പെസിമെൻ കാണിക്കാനുണ്ട്, കൺസൈൻമെന്റിന്റെ സ്പെസിമെൻ. ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ, പിന്നെ കൺസൈനർക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ് പിന്നെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. കൺസൈനി പേ ചെയ്യുന്ന എക്സ്പെൻസസ് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. കൺസൈനി ചാർജ് ചെയ്യുന്ന കമ്മീഷൻ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ സെയിൽസ്, കൺസൈനിക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന ഗ്രോസ് സെയിൽസ്, അതായത് അവർ വിറ്റിരിക്കുന്ന സാധനങ്ങളുടെ ഡീറ്റെയിൽസ്, ഇവിടെ ആ ഒരു സെയിൽസ് പ്രൊസീഡ്സ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു കൺസൈനി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാം. അതിവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ ഈ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലുമാണ് വരിക. ഓക്കെ.